ഹലോ ഹായ് കൂട്ടുകാരെ, ഇന്ന് കടയിൽ ഞാനിന്ന് പരിപ്പുവട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഇവിടെ നിൽക്കുന്ന ചേച്ചി ഇന്ന് ലീവായിരുന്നു, അപ്പോൾ ഞാനാണ് ഇന്ന് പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയത്. പരിപ്പുവട മാത്രമല്ല, ഏത്തയ്ക്കപ്പം ഉണ്ടാക്കിയായിരുന്നു, ഉഴുന്നുവട ഉണ്ടാക്കിയായിരുന്നു, ബോണ്ട ഉണ്ടാക്കി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പരിപ്പുവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പെല്ലാം കുതിർത്ത് വെച്ച് ചതച്ചെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തോട്ട് ഉപ്പിടണം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം. ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആ ഉപ്പും ഇതെല്ലാം നല്ലതായിട്ട് പിടിക്കണം, എങ്കിലേ ആ പരിപ്പുവടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നല്ല രീതിയിൽ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഉരുട്ടി വെക്കണം. നമുക്ക് അതായത് നമ്മുടെ പരിപ്പുവട റൗണ്ടിൽ ഉരുട്ടി വെക്കണം. എന്നാലേ അതിങ്ങനെ പരത്തുമ്പം നല്ല രീതിയിൽ റൗണ്ടായിട്ട് വരത്തുള്ളൂ. പരിപ്പുവട നല്ല രീതിയിൽ മൂക്കണം. അപ്പം എണ്ണയിലോട്ട് ഇടാൻ പോവാണ്. എണ്ണയിലോട്ടിട്ടു. ഈ പരിപ്പുവട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ പരിപ്പുവട ഇങ്ങനെ ഇനി നല്ല രീതിയിൽ മൂത്ത് വരണം. പരിപ്പുവട എല്ലാം ഞാൻ കോരി നമ്മുടെ പരിപ്പുവട എല്ലാം എണ്ണയിലോട്ട് ഇട്ട് എല്ലാം എടുത്ത് കോരി എല്ലാം നമ്മുടെ അലമാരിക്കകത്ത് ഞാൻ ഇട്ടു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.